ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 17 ബുധൻ. വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നലെ വൈകിട്ട് വരേണ്ടിയിരുന്ന എപ്പിസോഡാണ്, എനിക്കറിയാം. ഇന്നലെ വൈകിട്ട് പലരും അന്വേഷിച്ചു, അതിനും തലേ ദിവസവും മുടങ്ങി. അപ്പോൾ ഇന്നലത്തതും കൂടെ മുടങ്ങണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഓർത്തു രാവിലെ ആണെങ്കിൽ സാരമില്ല, ഇടാം. ഒരു യാത്രയിലായിപ്പോയി, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള യാത്രയുടെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാനും ഇടാനും ഒന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് വൈകി ഈ എപ്പിസോഡ് വരുന്നത്. ഇന്ന് വൈകിട്ട് തന്നെ അടുത്ത എപ്പിസോഡും 18-ാം തീയതിയിൽ ഇത് വൈകുന്നേരത്തേക്ക് എത്തുകയും ചെയ്യും. ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 10 കുഷ്ഠരോഗികളുടെ ആ സംഭവമാണ്. ഈശോ ജെറുസലേമിലേക്കുള്ള യാത്രയിൽ സമറിയായ്ക്കും ഗലീലയ്ക്കും മധ്യേ യാത്ര ചെയ്യുമ്പോൾ കുഷ്ഠരോഗികൾ ദൂരെ നിന്ന് ഈശോയെ കണ്ട് നിലവിളിക്കുന്നു, കർത്താവേ ഗുരു ഞങ്ങളിൽ, യേശുവേ ഗുരു ഞങ്ങളിൽ കനിയണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ ഭാഗമാണ് നമ്മളിതിനെ ഒരു 5 ഫേസ് ആയിട്ട് പഠിക്കുകയാണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാം, പക്ഷേ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു 5 ഘട്ടമായിട്ട് ഇതിനെ പഠിക്കാം. ഒരാളുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവം ഉണ്ടാകുന്ന 5 ഘട്ടങ്ങൾ. 5 സ്റ്റെപ്സ് ഓഫ് സാൽവേഷൻ. 5 സ്റ്റെപ്സ് ഓഫ് സാൽവേഷൻ. ഇതിനു മുമ്പും ഞാനിങ്ങനെ പല ഉപമകളും സംഭവങ്ങളുമൊക്കെ ഇങ്ങനെ സ്റ്റെപ്സ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ടാണ്. അതുകൊണ്ട് നിങ്ങളും ആ പേനയെടുത്ത് ബൈബിൾ തുറന്നു വെച്ച് ഇതെൻ്റെ കൂടെ തന്നെ പറഞ്ഞും പഠിച്ചും വരിക. ഒന്നാമത്തത് 14-ാമത്തെ വാക്യം. അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ. കുഷ്ഠരോഗികൾ ഈശോയുടെ വന്ന് സഹായം ചോദിക്കുന്നു. അവരെ കണ്ടപ്പോൾ ഈശോയോട് പറയുകയാണ്, പോയി നിങ്ങളെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ സുഖം പ്രാപിച്ചു. ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മളൊക്കെ ആയിരുന്നെങ്കിലുണ്ടല്ലോ, എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ ശുദ്ധമനസ്സുള്ളവരായിരിക്കും. ഞാനായിരുന്നെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ കുഷ്ഠരോഗം ബാധിച്ചിട്ട് നീക്കിയ കർത്താവെ സുഖപ്പെടുത്തണേ. അപ്പോൾ കർത്താവ് പറയുന്നു, പോയി നിങ്ങളെ തന്നെ പുരോഹിതർ കാണിച്ചു കൊടുത്തോ എന്ന് പറഞ്ഞാൽ ചുമ്മാ അവിടെ നിന്നിട്ട് ചോദിച്ചേനെ, കർത്താവെ പോകുകയൊക്കെ ചെയ്യാം, ഈ കയ്യേലെ ഈ വിരലേലെ ഒരു കുഷ്ഠം ഒന്ന് സുഖപ്പെടുത്തി കാണിക്കാവോ? കാണിച്ചാൽ അതിൻ്റെ ഉറപ്പിൽ ഞാൻ പൊക്കോളാം, നീ പറഞ്ഞ അനുസരിച്ചോളാം. പക്ഷെ ഇവരെന്താ ചെയ്തേ? ഇവർ ചെയ്തത് ബ്ലൈൻഡ് ഒബീഡിയൻസ്. ചോദിച്ചത് അനുഗ്രഹം, കർത്താവ് പറഞ്ഞത് അങ്ങോട്ട് പൊക്കോ. ഇവർ പോയി. അപ്പോൾ നമ്മൾ വായിക്കുന്നു, പോകും വഴി അവർ സുഖം പ്രാപിച്ചു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം അറിയാമോ? അർത്ഥം ഇത് ഗൗരവത്തിൽ മനസ്സിലാക്കി വെക്കണം. അനുസരണത്തിൻ്റെ വഴിയിലാണ് അനുഗ്രഹം ഇരിക്കുന്നത്. അനുസരണത്തിൻ്റെ വഴിയിലാണ്. അവരനുസരിച്ചു, അനുസരിച്ചപ്പോൾ അവർ അനുഗ്രഹം കണ്ടു. നമ്മുടെ ശൈലി എന്നറിയാമോ? അനുഗ്രഹം കണ്ടാൽ അനുസരിക്കാം, അനുഗ്രഹം കാണിക്കേ, അനുഗ്രഹം കണ്ടു കഴിയുമ്പോൾ വി വിൽ ഒബേ. കർത്താവിൻ്റെ ശൈലി, നീ ആദ്യം എന്നെ അനുസരിക്കുക, ഐ ആം ദ സുപ്പീരിയർ വൺ. നീ എന്നെ അനുസരിക്കുക, അനുസരിക്കുന്നതിൻ്റെ വഴിയിൽ നീ എന്ത് കണ്ടോളും? അനുഗ്രഹം കണ്ടോളും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണേ, ഒബീഡിയൻസ് ഇതൊരു ഗ്രേറ്റർ വെർച്യു ആണ്. എല്ലാം കണ്ട് തൃപ്തിപ്പെട്ടിട്ട്, എല്ലാം മനസ്സിലാക്കിയിട്ട്, എല്ലാം എൻ്റെ കൺട്രോളിലാക്കിയിട്ട്, എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടിയിട്ട് അനുസരിക്കുന്ന അനുസരണത്തിൽ എവിടെയാണ് അനുസരണം പുണ്യമാകുന്നത്? ഒന്നും മനസ്സിലാകാതിരിക്കുമ്പോഴും ഒരു വ്യക്തതയും ഉറപ്പുമില്ലാത്തപ്പോഴും അനുസരിക്കുന്ന ബ്ലൈൻഡ് ഒബീഡിയൻസ് ഇല്ലേ, ആ ഒബീഡിയൻസിൻ്റെ വഴിയിലെവിടെയോ ദൈവം അനുഗ്രഹം എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഈ 10 കുഷ്ഠരോഗികളുടെ കാര്യത്തിൽ കാണുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് ആ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഫസ്റ്റ് വേർഡ് ഒബീഡിയൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വേർഡ് ഒബീഡിയൻസ്, ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ്, അവരിലൊരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. അതായത് ആ ഹീലിംഗ്, ദൈവാനുഗ്രഹം, സൗഖ്യം അനുഭവിച്ച മൊമെൻറ്റിൽ അവൻ്റെ ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ് ദൈവസ്തുതി. എന്ന് വെച്ചാൽ അവൻ്റെ ശരീരത്തിലേക്ക് പിന്നെയും നോക്കി സന്തോഷിച്ചുകൊണ്ടിരിക്കുകയല്ല. ദൈവാനുഗ്രഹം കിട്ടിയ പാടെ അവൻ്റെ കണ്ണുകൾ ഉയർന്നത് മുകളിലേക്ക്. പ്രൈസ് ആൻഡ് വർഷിപ്പ്, കർത്താവിന് സ്തുതി സമർപ്പിക്കുകയാണ്. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ആ പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കണം, ആ പ്രോഗ്രസ്. ഫസ്റ്റ് വേർഡ് ഒബീഡിയൻസ്, സെക്കൻഡ് വേർഡ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. ദൈവാനുഗ്രഹം കിട്ടിയാൽ ഉടനെ നമ്മളിൽ സംഭവിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ദൈവം ഇടപെട്ട് നടത്തി തരുന്നു, അതിൻ്റെ പിന്നാലെ സെലിബ്രേഷനിലേക്കല്ല പോകേണ്ടത്. നമ്മളിപ്പോൾ അങ്ങനെയാണ്. ഒരു കുഞ്ഞിനെ കിട്ടുന്നു, ഉടനെ നമ്മൾ എങ്ങനെ ആഘോഷിക്കാം. ഒരു എക്സാം പാസ്സാകുന്നു, ഉടനെ ചിന്ത എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം. ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ഭംഗിയായിട്ട് നടത്തി തീർക്കാൻ നമുക്ക് പറ്റുന്നു, ഉടനെ ചിന്ത എന്താ, എങ്ങനെ ചെലവ് ചെയ്യാം. ദ ഫസ്റ്റ് തിങ് സൂൺ ആഫ്റ്റർ റിസീവിങ് ദ ബ്ലെസ്സിങ് ഫ്രം ഗാഡ് ഈസ് പ്രൈസ്. ദൈവസ്തുതി ഉയരണം. അപ്പം തന്നെ സ്വാഭാവികമായിട്ട്, സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. അടുത്തത് 3-ാമത്തെ വേർഡ്. അവൻ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരിച്ചു വന്നു. എന്നിട്ടോ അവൻ ഈശോയുടെ കാൽക്കൽ സാഷ്ടാംഗം പ്രണമിച്ച് നന്ദി പറഞ്ഞു. താങ്ക്സ് ഗിവിങ്.
അനുഗ്രഹം സ്വീകരിച്ചവരൊക്കെ കിട്ടിയ അനുഗ്രഹം കൊണ്ട് പോയ വഴിയെ പോയതാണ് നമ്മുടെ സമൂഹത്തിന് പറ്റിയ അപകടം, നമ്മുടെ വിശ്വാസ ജീവിതത്തിന് പറ്റിയ അപകടം. അനുഗ്രഹം സ്വീകരിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. അനുഗ്രഹം സ്വീകരിച്ചവർ കിട്ടിയതും കൊണ്ട് പോയ വഴിക്ക് പോയി എന്നതാണ് അപകടം. സ്വീകരിച്ചവരൊക്കെ തിരിച്ചു വന്നിരുന്നെങ്കിൽ അവിടെ ഒരു ദൈവാരാധന മുഴങ്ങില്ലായിരുന്നോ? അതൊരുപാട് പേർക്ക് സാക്ഷ്യമാകില്ലായിരുന്നോ? അതുകൊണ്ട് താങ്ക്സ് ഗീവിങ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചിലർ ചോദിക്കും, ദൈവത്തിന് അങ്ങനത്തെ ഇമോഷൻസ് ഒന്നുമില്ല, നമുക്കല്ലേ അത്തരം ചിന്ത, അതായത് അനുഗ്രഹം സ്വീകരിച്ചവൻ തിരിച്ചു വന്നൊരു നന്ദി പറയണമെന്നൊക്കെയുള്ള ചിന്തയൊക്കെ. ദൈവത്തിന് അങ്ങനൊന്നുമില്ല, ദൈവം അതിൻ്റെയൊക്കെ മുകളിലല്ലേ. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് നന്ദി പറഞ്ഞിരുന്നെങ്കിലെന്ന്. അതെവിടെ മനസ്സിലാക്കാൻ പറ്റും? അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, എക്സ്പെക്റ്റേഷൻ ഉണ്ട് കർത്താവിൽ. ഈശോ ചോദിക്കുന്നത് 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? ഹീസ് ആസ്കിങ് ഫോർ ദോസ് 9 who have received blessings. കർത്താവിൽ അനുഗ്രഹം സ്വീകരിച്ച ബാക്കി 9 പേരെ കർത്താവ് തേടുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും ഇന്നും കർത്താവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ളത് നിങ്ങളൊക്കെ എവിടെ? ആ ഗണത്തിലാണ് നമ്മളൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. അനുഗ്രഹം സ്വീകരിച്ചിട്ട് പിന്നീട് നന്ദിയോടെ അവൻ്റെ സന്നിധിയിലേക്ക് തിരികെ ചെല്ലാത്തവരുടെ, നന്ദി കെട്ടവരുടെ ഗണത്തിൽ ഒരിക്കലും നമ്മൾ എണ്ണപ്പെടരുതേ. അത് ശ്രദ്ധയുണ്ടാകണം. എക്സ്പെക്റ്റേഷൻ ഉണ്ട് കർത്താവിന്. ഒടുക്കം കർത്താവ് പറയുകയാണ്, അനന്തരം ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പൊയ്ക്കൊള്ളുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. യുവർ ഫെയ്ത്ത് ഹാസ് സേവ്ഡ് യു. മറ്റേത് സൗഖ്യം. ആദ്യം കിട്ടിയത് എന്താ? സൗഖ്യം. ഇവിടെ കിട്ടിയത് എന്താ? രക്ഷ. നമുക്ക് പറ്റുന്നത് ഇന്ന് നമ്മളിൽ പലരും സൗഖ്യം സ്വീകരിക്കുകയും രക്ഷ അനുഭവിക്കാൻ കഴിയാതെ പോവുകയും ചെയ്തു. സൗഖ്യത്തിനും രക്ഷയ്ക്കും ഇടയ്ക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദൈവസ്തുതി, നന്ദിയോടെയുള്ള തിരിച്ചുവരവ്. അതുകൊണ്ട് ആ 5 സ്റ്റെപ്സ്, നമ്മൾ ഇന്ന് പഠിച്ച 5 സ്റ്റെപ്സ് ഒന്ന് റിവൈസ് ചെയ്തേ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഒബീഡിയൻസ്. ദൈവാനുഗ്രഹം ആരംഭിക്കുന്നത് അനുസരണത്തിൽ നിന്ന്. സെക്കൻഡ് സ്റ്റെപ്പ് ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ്. ദൈവാനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ ഉള്ള ഇൻസ്റ്റൻറ്റ് റെസ്പോൺസ്, ദൈവസ്തുതി. തേർഡ്, അതിനുശേഷം സംഭവിക്കേണ്ടത് താങ്ക്സ് ഗീവിങ്, തിരികെ വന്ന്. അപ്പോൾ ഓർക്കണം, സംവൺ ഈസ് വെയിറ്റിംഗ് ദെയർ. ദൈവമോടെ കാത്തിരിപ്പുണ്ട്. ഈശോയുടെ എക്സ്പെക്റ്റേഷൻ, നമ്മൾ തിരിച്ചു വരും, നന്ദിയോടെ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷ. ആൻഡ് ഫൈനലി സാൽവേഷൻ. ഇത് തന്നെയാണ് ലേഖനത്തിലും. ഒരു വാക്യം മാത്രം ലേഖനത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും. ഇന്നത്തെ ഭാഗം 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വാക്യങ്ങൾ, ഇന്നത്തെ ലേഖന ഭാഗം. അവിടെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ആ വാക്യം ഒന്ന് അടിവരയിട്ട് വെച്ചേക്ക്. 1 തെസ്സലോനിക്ക 5:18. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും, ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും. അത് നല്ല കാര്യങ്ങൾ മാത്രമല്ലെന്ന്, സഹനങ്ങൾക്കും കണ്ണീരിനും തോൽവിക്കും തകർച്ചയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നറിയാമോ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, കണ്ണീര് പെയ്ത കാലത്തെന്നതുപോലെ നമ്മൾ ദൈവത്തിൻ്റെതായിരുന്ന മറ്റൊരു കാലമില്ല. കണ്ണ് കലങ്ങിയ കാലത്തെന്നതുപോലെ നമ്മൾ പ്രാർത്ഥിച്ച മറ്റൊരു കാലമില്ല. വീണ് കടന്ന കാലത്തെ പോലെ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തിയ മറ്റൊരു കാലമില്ല. അതുകൊണ്ട് നന്ദി പറയണം. കർത്താവേ, അന്നു നീ എന്നെ കരയിപ്പിച്ചത്, അന്നു നീ എന്നെ തോൽപ്പിച്ചത് ഇന്നറിയുന്നു, നിന്നോട് കുറെ കൂടെ ചേർത്ത് പിടിക്കാനായിരുന്നല്ലോ, നിനക്ക് നന്ദി. എല്ലാ കാര്യങ്ങളിലും 1 തെസ്സലോനിക്ക 5:18 എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ഈശോ മിശിഹായിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒത്തിരി അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ ഒരിക്കലും നന്ദി കെട്ടവരുടെ സമൂഹത്തിൽ എണ്ണപ്പെട്ടു പോകരുതേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.